ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണതേ പിറവം മുനിസിപ്പാലിറ്റി 14-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഐഷ മാധവന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലെ ഐഷ ചേച്ചി ഉണ്ട്. എന്തായാലും ചേച്ചി ഇറങ്ങി വരുമ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഐഷ ചേച്ചി 14-ാം വാർഡിന്റെ വികസനങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഐഷ ചേച്ചിയോട് ചോദിക്കാം, എങ്ങനെയാണ് പൊതുവെ? ഇത് എൻ്റെ വാർഡാണ്. ഞാൻ കഴിഞ്ഞ ഒരു ടൈമിൽ ഈ ഇലക്ഷനിൽ ഇവിടെ നിന്ന് ജയിച്ചതാണ്. ഈ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം എനിക്ക് അന്ന് ഈ 14-ാം വാർഡിൽ നിന്ന് കിട്ടിയതാണ്. 233 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഞാൻ ജയിച്ചത്. എനിക്ക് അതേ ആളുകൾ തന്നെ, അതിനകത്ത് നിന്ന് കുറച്ച് വോട്ടുകൾ 15-ലും 16-ലും പോയെന്ന് മാത്രമേ ഉള്ളൂ. അതേ ആളുകൾ തന്നെ എന്നെ അറിയുന്ന, എൻ്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കുന്ന, എന്നാൽ എൻ്റെ അഡ്വാൻറ്റേജ്, എനിക്ക് എൻ്റെ മികവുകൾ എന്താണെന്ന്, എൻ്റെ അറിവ് എന്താണെന്ന്, അല്ലെങ്കിൽ എൻ്റെ കഴിവ് എന്താണെന്ന് എല്ലാം അറിയാവുന്ന, എന്നെ അറിയുന്ന ആളുകളാണ് ഇവിടുത്തെ വോട്ടർമാരെല്ലാം തന്നെ. അപ്പൊ പിന്നെ എനിക്ക് അതിനൊക്കെ വളരെയധികം പ്രതീക്ഷയും. ഇപ്പൊ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിലേ, ചേച്ചി ഞാൻ കണ്ടേക്കണ മുതല് വളരെ സീനിയർ ആണ്. അതേപോലെ തന്നെ ഒരു മന്ത്രി അല്ലെങ്കിൽ MLA ആ ഒരു പൊസിഷനിലൊക്കെ ഇപ്പൊ ഇരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരാളാണ്. പക്ഷെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാലോ. അതിന്റെയൊക്കെ ഒരു കാരണം കൊണ്ടാ എന്താ അതിലെ ഒരു പ്രതികരണം എന്താ? ഒരു മന്ത്രി അല്ലെങ്കിൽ MLA ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഭാവിയിൽ. അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ കേരള, അത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിന്റെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ നിങ്ങൾക്കൊക്കെ ജൂബിക്കും അറിയാലോ, അതിനകത്തേക്കൊന്നും നമുക്ക് നോക്കണ്ടില്ല. നമ്മളിപ്പോ ഈ താഴെ തട്ടിൽ എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത് ഈ നേരിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള സംവാദം, അവരുടെ പ്രശ്നങ്ങളിൽ പങ്കാളിയാവുക, അതിനകത്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നപ്പോഴും പാവപ്പെട്ടവർക്ക് വേണ്ടി, അതായത് സുരക്ഷിതമായ ഭവനം ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി 1048 വീടുകൾ കൊടുത്ത ആളാണ് ഞാൻ 5 വർഷം കൊണ്ട്. 1048 സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തത് പാപ്പാക്കട ബ്ലോക്കിലായിരുന്നു. അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ്. അതിൽ തന്നെ തിരുമാറാടിയിലും കാക്കൂരും ലക്ഷം വീട്, ഇരട്ട വീടുകളെ ഒറ്റ വീടുകളാക്കി മാറ്റിക്കൊണ്ട് അപ്പാർട്ട്മെന്റ് സ്റ്റൈലില്, അതായത് കേരളത്തിൽ അത്രയും വലിയ, അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ടാണ്, ഉമ്മൻചാണ്ടി സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇത് കേരള മോഡൽ വികസന പദ്ധതിയായിട്ട് മാറ്റണം. ഞങ്ങളിത് മറ്റ് ജില്ലകളിലെല്ലാം പറയും. കാരണം ഈ 2 കുടുംബങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചിൽ നിന്ന് അത് ഞങ്ങൾ മാറ്റിയിട്ട് അവർക്ക് സ്വന്തം പേരിൽ 4 സെന്റ് സ്ഥലവും അവർക്ക് സ്വന്തമായിട്ടൊരു വീടും കൊടുത്തു. അങ്ങനെ വളരെ, അതുപോലെ തന്നെ ഞാൻ അത്രയും വലിയ വിപ്ലവകരമായ ഒരു മാറ്റം ലക്ഷം വീടുകൾക്ക് വരുത്തി. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു സുരക്ഷിത ഭവനമാണ്, അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടാണ്. അത് കൊടുത്തതിനകത്ത് ഞാൻ പാമ്പാക്കട ബ്ലോക്കിൽ ഇരുന്നപ്പോഴും, ഇവിടെ ഞാൻ മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി ചെയർമാനായിരുന്നപ്പോൾ എൻ്റെ 5 വർഷവും, ഡെപ്യൂട്ടി ചെയർമാനായി 2.5 വർഷവും, പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് 2.5 വർഷം ഇരുന്നതാണ്. അവിടെ ഞാൻ 49 വീടുകൾ ഈ വാർഡിൽ തന്നെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പൊ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ സംരക്ഷിക്കുക, അവരുടെ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുക, അവരുമായിട്ട് ഇടപെടുക, അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടുക. ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ അവർക്ക് ദുരിതാശ്വാസ ഫണ്ട് അത് എവിടുന്ന് കിട്ടിയാലും, ഇപ്പൊ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ഒക്കെ പൈസ മേടിച്ചാൽ ചികിത്സാ ധനസഹായങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഫണ്ടുകൾ മേടിച്ച്, അതായത് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങളുടെ ഏറ്റവും ജനകീയമായ ആവശ്യങ്ങൾ, സുരക്ഷാ പദ്ധതികളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും, ചികിത്സാ ധനസഹായങ്ങൾ കൊടുത്തത്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉണ്ടാക്കിയത്, അങ്ങനെ എല്ലാം കാര്യങ്ങളിലും എനിക്ക് അതാണ് ജനങ്ങളിലേക്ക് എനിക്ക് എത്താനുള്ള ഒരു ഏറ്റവും വലിയ മീഡിയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരിയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പക്വതയും ഒരു വ്യക്തിത്വം ഉണ്ട് ചേച്ചിക്ക്. എന്തായാലും നമ്മുടെ 14-ാം വാർഡിലെ, കഴിഞ്ഞ 14-ാം വാർഡിലെ എത്ര പ്രാവശ്യം വാർഡ് മെമ്പർ ആയിട്ടിരുന്നു? ഞാൻ 14-ാം വാർഡിൽ ഒരു പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്, ഒരു ടൈമില്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ അജേഷ് മനോഹറാണ് നിന്നിരുന്നത്. അപ്പം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതില് പ്രതികരിച്ചും അനുകൂലിച്ചൊക്കെ കുറെ റീസൺസ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു നമ്മുടെ 14-ാം വാർഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? 14-ാം വാർഡിൽ ഞാൻ ഇരുന്ന സമയത്ത്, അതായത് 5 വർഷം, അതിനകത്ത് കേരളം വിറങ്ങലിച്ചു നിന്ന 2 വർഷങ്ങൾ കടന്നുപോയി. 2018 ഒരു വലിയ വെള്ളപ്പൊക്കം വന്നു. വീടും സകലമാന സാധനങ്ങളും നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹത്തെയാണ് ഞാൻ മുമ്പിൽ കണ്ടത്. പിറവം MKM സ്കൂളിൽ 172 കുടുംബങ്ങൾ, ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് നടത്തിയപ്പോൾ ആ ക്യാമ്പിന്റെ ഉത്തരവാദിത്വം തഹസീൽദാർ തന്നെയാണ് ഏൽപ്പിച്ചത്. പിറവം സ്കൂളിലെ ഒരു ആൻഡോ എന്ന് പറയുന്ന സാറ് ഞാനുകൂടെയാണ് 172 കുടുംബങ്ങളെയും നോക്കിയത്. അവരുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അവർക്ക് ഒരു പുനർജീവിതം തന്നെ ഞങ്ങൾ അവിടെ വെച്ച് കൊടുത്തു. അതുകൂടാതെ ഞാൻ ആലങ്ങാട്, പറവൂർ ബ്ലോക്കുകളിലൊക്കെ പോയി ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ അവരുടെയും ദുരിതാശ്വാസ പദ്ധതികളിൽ ഞങ്ങൾ അവരുടെ ക്യാമ്പുകളിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് വെള്ളപ്പൊക്കത്തിന് ശേഷം അവരുടെ പുനരധിവാസം നടത്തുന്നതിന് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പശു നഷ്ടപ്പെട്ടവർക്ക് അങ്ങനെ അവരുടെ ഉപജീവന മാർഗം, താമസ വീടുകളൊക്കെ
നന്നായിട്ട് താമസിച്ച വീടുകളൊക്കെ പോലീസ് സ്റ്റേഷന്റെ അവിടെയൊക്കെയുള്ള വീടുകൾ ഞങ്ങൾ ചാക്കോച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ അവരുടെ വീടുകളൊക്കെ ഞങ്ങളും പിറവും പോലീസിന്റെ ഞങ്ങളുടെ സഹായത്തോടെ ഞങ്ങൾ വീട് പിടിച്ച് ബെഡ് മേടിച്ചു കൊടുത്ത് അവർക്ക് തുണി ഉൾപ്പെടെയുള്ള ഓക്കെ. വസ്ത്രം അതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾ 14-ാം വാർഡിലെ ഞങ്ങളെ യൂത്ത് അന്ന് നമുക്ക് അവിടെ പ്രത്യേകിച്ച് ക്ലബോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ തന്നെ നമ്മളൊരു 12,000-13,000 രൂപയുടെ ഫണ്ട് പിരിച്ചു. അന്ന് ഓണായിരുന്നല്ലോ. അപ്പൊ ഓണത്തിന് നമ്മൾ ഓണപരിപാടിയൊക്കെ നടത്താൻ വേണ്ടി ഇങ്ങനെ പിരിച്ചു വരുമായിരുന്നു. അപ്പൊ അതിന്റെ ഫണ്ടും കൂടെ വെച്ച് നമ്മള് എവിടെയാണ് ഊരമന സ്ഥലത്ത് നമ്മൾ 14-ാം വാർഡിലെ യൂത്ത് എല്ലാം കൂടെ പോയി ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ആ കാര്യം കൂടെ പറയാണ്. അപ്പൊ അതുപോലെ തന്നെ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തില് അവിടെയും ഒരുപാട് അതും പട്ടികവർഗ കോളനിയായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ NCC NSS പിള്ളേരുമായിട്ട് അവിടെ പോയി, സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പിള്ളേരുമായിട്ട് അവിടെ പോയി അത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ ഈ വാർഡിൽ തന്നെ ഞാൻ ഒട്ടുമിക്ക വീടുകളിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കിറ്റ പച്ചക്കറി കിറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെങ്കിൽ അവർക്ക് നമുക്ക് പ്രളയം നന്നായിട്ട് പിടിച്ചില്ലെങ്കിൽ പോലും ദുരിതം വന്നിരുന്നു. കാരണം ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ വന്നതൊരു കോവിഡാണ്. നമ്മുടെ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഒരേ സമയം 47 കോവിഡ് രോഗികൾ നമുക്കുണ്ടായി കണ്ണീറ്റുമല പ്രദേശത്ത്. അവരുടെയൊക്കെ വീടുകളിൽ ശരിക്കും പറഞ്ഞാൽ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ അവിടെ അവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ കോവിഡ് എന്ന് പറയുന്ന ആ ഒരു മഹാമാരിയെ സത്യം പറഞ്ഞാൽ ലോകം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഇതൊന്നും നോക്കാതെ ഈ ഒരു മാസ്കും വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇരുചക്ര വാഹനത്തിൽ പോയി അവർക്ക് വേണ്ട അവരുടെ റേഷൻ വരെ എത്തിച്ച കണ്ണീറ്റുമലയിലൊക്കെ യഥാർത്ഥത്തിൽ വിരൽ വെച്ച് വേണം റേഷൻ മേടിക്കാൻ. പക്ഷെ ഞാൻ റേഷൻ കടക്കാരനുമായിട്ട് ആ ചേട്ടനോട് സംസാരിച്ചിട്ട് റേഷൻ മേടിച്ച് ആശാവർക്കർ ഞങ്ങളില്ല ഒരു ടീം വർക്കാണത്. എല്ലാ പേരും കൂടെ അവരുടെ എന്താവശ്യം ഉണ്ടെങ്കിലും നിറവേറ്റാൻ വേണ്ടി കോവിഡ് രോഗികളുടെ വീടുകൾ മുഴുവൻ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ഒരു കുറവും കൂടാതെ ഒരാൾ പോലും ഒരു പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് അതിനകത്ത് ഏറ്റവും ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു കാര്യം. ഒരാൾ പോലും ഒരു പരാതി പറയാത്ത തരത്തിലേക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പൊ A to Z കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ചേച്ചിയിരുന്ന ടൈമിലൊക്കെ എന്നാണ് ചേച്ചി അവകാശപ്പെടുന്നത്. എന്തായാലും ഏകദേശം ഞാനും അവിടെ താമസിക്കുന്ന ആള് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും കുറെ കാര്യങ്ങളൊക്കെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പൊ അജേഷ് മനോഹറിനെ അവിടെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനാണ് അവിടെ 2 അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്തിയത്. 2 അംഗനവാടികൾ വാടകയ്ക്ക് ഒരെണ്ണം യുവതാര ക്ലബിലെ കണ്ണീറ്റുമലയിലും പിന്നെ ഒരെണ്ണം നമ്മുടെ കുഞ്ഞപ്പച്ചേട്ടന്റെ കുഞ്ഞപ്പച്ചേട്ടന്റെ വീട്ടിൽ വരുന്നു. അവർക്ക് ഒരു വീടിനകത്ത് ഒരു അംഗനവാടി പ്രവർത്തിക്കുമ്പോൾ അംഗനവാടി എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും എന്ന് വെച്ചാൽ ജനങ്ങളുമായിട്ടുള്ള ഏറ്റവും ഇടപഴകുന്ന ഒരു സ്ഥലമാണ് അംഗനവാടി എന്ന് പറയുന്നത്. മുലയൂട്ടുന്നമ്മമാര്, യുവതികള്, അങ്ങനെയുള്ള കൗമാരപ്രായക്കാരെ പെൺകുട്ടികൾ, അങ്ങനെയൊക്കെ ഗർഭിണികൾ, അങ്ങനെയൊക്കെ ഉള്ളവർ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു വീടിനോടനുബന്ധിച്ചുള്ള ഒരു ഔട്ട് ഹൗസിൽ ഈ അംഗനവാടി പ്രവർത്തിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ എല്ലാവരും ഇറങ്ങി. അതിനകത്ത് രാഷ്ട്രീയമൊന്നും ആരും നോക്കിയില്ല. എല്ലാവരും എൻ്റെ കൂടെ ഇറങ്ങി 10 രൂപ മുതൽ മുകളിലേക്ക് 10,000 രൂപ വരെ തന്നവരുണ്ട്. അങ്ങനെ സ്ഥലം മേടിച്ചു. ഇവിടുത്തെ അംഗനവാടി കെട്ടിടത്തിന്റെ പണി തുടങ്ങി, തറപണി തുടങ്ങിയതിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ വരുന്നത്. കണ്ണീറ്റുമലയിലെ അംഗനവാടിയുടെ CSR ഫണ്ട്, ഞാൻ BPCLന്റെ CSR ഫണ്ടാണ് 12 ലക്ഷം രൂപ മേടിച്ചത്. ആ ഫണ്ട് മേടിച്ച് എനിക്കതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഈ മുനിസിപ്പാലിറ്റി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ സ്ഥലം തന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാതെ കാരണം ഷിഫ്റ്റിങ്ങിനിടയിൽ അത് പേപ്പറുകൾ മിസ്സായതുകൊണ്ട് അത് തുടങ്ങാൻ കഴിഞ്ഞില്ല. തുടർന്ന് വന്ന ജോർജ് നാലേകാട് മെമ്പറായി ഞാനാണ് ചെയ്ത് തുടങ്ങി വെച്ചത്. അപ്പോൾ അത് എനിക്ക് വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആ 2 അംഗനവാടികളുടേക്കും വേണ്ടി സ്ഥലം മേടിച്ചതും ഫണ്ട് പിരിച്ചു കൊടുത്തതും എല്ലാം എൻ്റെ കാലത്ത് എൻ്റെ കൂടെ അവിടെയുള്ള മുഴുവൻ ജനങ്ങളും, ഞാൻ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയം അതിനകത്ത് കണ്ടില്ല. എല്ലാവരുടെ ആവശ്യം നമ്മുടെ അംഗനവാടി ഇവിടെ നഷ്ടപ്പെടരുത്, അതുകൊണ്ട് അംഗനവാടിക്ക് സ്ഥലം വേണം, സ്വന്തമായി കെട്ടിടം വേണം. ആ കാര്യങ്ങൾ ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ റോഡുകളും ഞാൻ ടാറിങ് ചെയ്തു. എല്ലാ റോഡുകളും ഒരാൾ പോലും അതിനകത്ത് പരാതി പറഞ്ഞു. ഇല്ലിക്കമല മുതൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ റോഡുകളും ഞാൻ എനിക്ക് കിട്ടുന്ന ഫണ്ട് കൊണ്ട്, അത് വെച്ചാൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു വർഷം കിട്ടുന്ന ഫണ്ടിന് പദ്ധതി വിഹിതം അല്ലെങ്കിൽ വികസന ഫണ്ട് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഗ്രാന്റ് എന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛമായ വെള്ളമാണ്. കണ്ണീറ്റുമല അങ്ങനെ റോഡിനൊക്കെ ഞാൻ 3 വർഷത്തെ ഫണ്ട് നീക്കി വെച്ചത്. കാരണം അത്രയും വലിയൊരു റോഡാണ്. അപ്പൊ അങ്ങനെ പിന്നെ കിട്ടുന്ന ഫണ്ട് MLA ഫണ്ട് 25 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ ഇടപ്പള്ളിച്ചിറ ഇല്ലിക്കുമുക്കട മൂളിക്കട കനാൽ ബണ്ട് റോഡ് ഉണ്ടാക്കിയത്. അങ്ങനെ കിട്ടാവുന്ന ഫണ്ടെല്ലാം എവിടുന്നൊക്കെ ഫണ്ട് കിട്ടാവുന്ന അതെല്ലാം വാങ്ങിച്ച് ഞാൻ ഈ നമ്മുടെ ഇടപ്പള്ളിച്ചിറ വാർഡിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു. ലാസ്റ്റ് ചോദ്യം ചോദിക്കുന്നത്, നമ്മുടെ ഇടപ്പള്ളിച്ചിറയിൽ ഒരു സാംസ്കാരിക കേന്ദ്രം അല്ലെങ്കിൽ ഒരു ലൈബ്രറി, എനിക്കറിയാം ചേച്ചി ഉൾപ്പെടുന്ന ചേച്ചിയുടെ ഒരു നല്ല പ്രായത്തിൽ ഒരു നല്ല രീതിയിൽ സോഷ്യൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടപ്പള്ളിച്ചിറ ഉണ്ടായിരുന്നു. പിന്നീട് അത് നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോ എന്തായാലും ചേച്ചി ഇനി ഒന്ന് ഉണർന്ന ആ ഒരു രീതിക്ക് നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ലൈബ്രറിയോ ഒരു വായനാശീലം അല്ലെങ്കിൽ നമുക്ക് വേണം. നമ്മുടെ കുട്ടികൾക്ക് നമുക്കൊരു ഒരു മനസ്സിനൊരു ആരോഗ്യം വേണമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഒരു ഹെൽത്തി ആയിരിക്കണം, എല്ലാ അറിവുകളിലും ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു
അതില് ഒന്ന് അതായത് എൻ്റെ മനസ്സിലുള്ള ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 9 വർഷം കാൾസ് പബ്ലിക് ലൈബ്രറിയുടെ അത് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. വീടുകൾ കയറി നടന്ന് പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം മേടിച്ച് ലൈബ്രറി തുടങ്ങിയതാണ്. എൻ്റെ ഒപ്പം ഈയിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു, വിദ്യാഭ്യാസമുള്ള. പ്രത്യേകിച്ച് ആ കോട്ടയത്ത് നിന്ന് വന്ന സോഷ്യൽ വർക്കർ ജേക്കബ് പോൾ സാറ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കൂടി, ശ്രീ ടി എം രാജൻ, അങ്ങനെ എല്ലാവരും കൂടെ കൂടി വീടുകളിൽ കയറി ഇറങ്ങി പുസ്തകങ്ങൾ സംഭരിച്ചാണ് നമ്മൾ ലൈബ്രറി ഉണ്ടാക്കിയത്. പിന്നെ ആ ഒപ്പം ഉപാസന മഹിളാ സമാജം എന്ന് പറഞ്ഞൊരു സമാജം ഉണ്ടായിരുന്നു, അതിന്റെ കീഴിൽ ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, അഡ്വാൻറ്റേജ് ചെയ്യാവുന്ന, നമുക്കൊരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിയാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നപ്പോൾ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ കൃഷി നഴ്സറിക്ക് ഉണ്ടായ ചില, അതായിരുന്നു അതിന്റെ കേന്ദ്രമായിട്ട് നിന്നിരുന്നത്. അതിലുണ്ടായ ചില ഫണ്ടിങ്ങിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവിടെ അത് പെൻഡിങ്ങിലായത്. എൻ്റെ മനസ്സിൽ ഞാൻ ഡബിൾ MA എടുത്തയാളാണ്, ലിറ്ററേച്ചറാണ് എൻ്റെ വിഷയം. അപ്പോൾ ഒരു റീഡേഴ്സ് കോർണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വായനാ മൂല എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ്. എൻ്റെ വീടൊരു ചെറിയ ലൈബ്രറിയാണ്. എൻ്റെ വീട്ടിൽ പുസ്തകങ്ങളുണ്ട്. വെക്കാൻ സ്ഥലമില്ലാത്ത ഇന്നുകൊണ്ട് എൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളാണ്. പഠിക്കാൻ കിട്ടിയ കാശുകൊണ്ട് പുസ്തകം വാങ്ങിച്ച ആളാണ്. അപ്പോൾ എനിക്ക് വായനയുടെ പ്രാധാന്യം എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുന്ന കാലത്ത് എൻ്റെ പിള്ളേരോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു വളരണം, സ്വപ്നം കണ്ട് വളരണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പൊ നമുക്കൊരു നല്ല, അതായത് കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക്, അവരെല്ലാം ഈ മൊബൈലിനകത്ത്, ഇലക്ട്രോണിക് മീഡിയയുടെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിനകത്ത് അവരുടെ നിമിഷങ്ങൾ തള്ളി നിൽക്കുമ്പോൾ വായനാശീലം ഉണ്ടാകണം. അവർ വളരണം. വായനയിലൂടെ മാത്രമേ അവർക്ക് വളരാൻ കഴിയുള്ളൂ, ലോകത്തെ അറിയാൻ കഴിയുള്ളൂ. അതിന് വേണ്ടുന്ന ഒരു വലിയ ശ്രമകരമായ ദൗത്യം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നെനിക്ക് വളരെ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഒരു കാര്യം കൂടെ, നമ്മുടെ കുട്ടികൾ ഇപ്പം കായിക രീതിയിലെ, നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ കുട്ടികള് റബ്ബർ തോട്ടങ്ങളിലും പാടങ്ങളിലൊക്കെ കളിച്ച് അവർക്ക് അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒരു പബ്ലിക് സ്പേസ് ഇല്ല. അപ്പോൾ അവര് ഈ 100 രൂപ കൊടുത്ത്, ഡെയിലി 100 രൂപ കൊടുത്ത് ടർഫിലാണ് കളിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ വാർഡുകളിലൊക്കെ ഉള്ള സാധാരണ ആളുകളുടെ മക്കളാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു 100 രൂപ കൊടുത്ത് ഡെയിലി കളിക്കാനുള്ള ആ ഒരു, നമുക്കറിയാം, ആ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഒരു പൊതുവായിട്ടൊരു എവിടെയെങ്കിലും ഒരു കളിസ്ഥലോ കാര്യങ്ങളൊക്കെ, അത് പിറവം മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഒരു വലിയൊരു കളിസ്ഥലം വേണ്ടത്. നമുക്ക് പിറവം മുനിസിപ്പാലിറ്റിയുടെ കീഴിലില്ല, പക്ഷെ നമുക്ക് വാർഡുകളിൽ പോലും അതേപോലെയുള്ള നമ്മുടെ പണ്ടുള്ള പോലെയുള്ള കുട്ടികൾക്ക് ആ ഒരു കായിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളില്ല. അപ്പൊ അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞു. അതെന്താന്ന് വെച്ചാല്, ഒരു മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും ഓപ്പൺ ഏരിയ, ഓപ്പൺ സ്പേസ് ഉണ്ടാകണമെന്നുണ്ട്. എന്ന് വെച്ചാൽ വാക്ക് വേ ഉണ്ടാവണമെന്നുണ്ട്. അത് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള, അതിന്റെ ഒരു മുനിസിപ്പാലിറ്റി എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. നടക്കാനും ഓടാനും കളിക്കാനും ഒക്കെ ഉള്ള സ്വന്തം സെൽഫായിട്ട് ഉണ്ടാകണം എന്നുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാൾക്ക്, ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് വിശ്രമിക്കാൻ സ്ഥലം വേണം. അതിനാണ് നമ്മൾ അവിടെ പാഴൂര് അവിടെ, അത് മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ ഓരോ മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ നഗരസഭയ്ക്ക് അതിൻ്റെതായ ചില ഫീച്ചേഴ്സ് ഉണ്ടാകണമെന്നുണ്ട്. അതിലൊന്നാണ് ഈ കളിക്കളങ്ങൾ. ഞാൻ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്ന സമയത്ത് ഉണ്ടാക്കിയ ബഡ്ജറ്റിൽ ഞാൻ ഈ മുനിസിപ്പാലിറ്റിയുടെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി, അതിന്റെ എന്തൊക്കെ വേണം, എന്തൊക്കെ ആകണം, എന്താണ് മുനിസിപ്പാലിറ്റി എന്ന് വെച്ചാൽ, കാർഷികേതര 3/2 വിഭാഗം ജനങ്ങളും കാർഷികേതര ജോലി ചെയ്യുമ്പോൾ മാത്രമേ നഗരസഭയാവുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളൊക്കെ രാഷ്ട്രീയമായിട്ട് മുനിസിപ്പാലിറ്റി ആയുള്ളൂ. ഇവിടെ കൂടുതലും 3/2 അതിൽ കൂടുതൽ ആളുകളും കാർഷിക മേഖലയിൽ തന്നെ നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ, പഠിക്കാൻ, അല്ലെങ്കിൽ വളരാൻ ഒക്കെ സാഹചര്യമുണ്ട്. അവരുടെ മാനസികവും കായികവുമായ ഒരു ഉല്ലാസത്തിന് വേണ്ടി സ്ഥലങ്ങൾ ഉണ്ടാകണം എന്നുള്ള എൻ്റെ നേരിട്ടുള്ള അറിവിന്റെ ഫലമായിട്ട് ഞാൻ നഗരസഭയിലെ ഓരോ വാർഡിലും കളിക്കണം എന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെച്ചിരുന്നു. പിന്നെ അതിനകത്ത് അത് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്ഥലം കിട്ടാനിരിക്കുകയാണ്. സ്ഥലമില്ല, ആരും നമുക്കൊരു പബ്ലിക് സ്പേസ് ആയിട്ട് തരില്ല. പിന്നെ ഉള്ളത്, ഞങ്ങൾ അന്ന് എടുത്തൊരു തീരുമാനം, ഞാൻ ഇരുന്നപ്പോൾ എടുത്തൊരു തീരുമാനമാണ്, അതാണ് നമ്മൾ നാവക്കുടി സ്കൂളിന്റെ ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നമ്മൾ ഫണ്ട് വെക്കുകയും, അല്ല, നമുക്ക് ഫണ്ട് വെക്കാൻ പറ്റില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടാണ്. നമ്മൾ ഒരു 5 കോടി രൂപ എങ്കിലും മിനിമം കിട്ടിയാൽ ഗാലറിയോട് കൂടി അത് സാധനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഫണ്ടുകൾ അല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ ആരംഭിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. എങ്കിലും കുറച്ച് ഫണ്ട്, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കുറച്ച് ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു ചെറിയ കളിക്കളം ഉണ്ടാക്കിയിരുന്നു. ചെറിയ തോതിലൊക്കെ കളിക്കളം ഉണ്ടാക്കിയിരുന്നു. ഇനി നമുക്കത് ചെയ്യേണ്ടത് ഈ വാർഡുകളിൽ ചെറിയ കളിക്കളങ്ങളാണ് വേണ്ടത്. ഓരോ വാർഡിലും കുട്ടികൾക്ക് ഇപ്പൊ എന്താ പറയാ, ബാഡ്മിന്റൺ കോർട്ട്, അങ്ങനെയൊക്കെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ 14ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഐഷ ചേച്ചിയാണ്. നമുക്കത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന ആളാണ്.
അപ്പം നിങ്ങളുടെ വോട്ടുകൾ സഹകരിച്ച് ഐഷ ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ വാർഡിന് വേണ്ടി ചെയ്യും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും നല്ല ഭാവങ്ങൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.